യെസ്, എന്റെ പുതിയ കണ്ടുപിടുത്തം ഇതാ റെഡിയായിട്ടുണ്ട്. പേഴ്സണാലിറ്റി ചേഞ്ചിങ് ഗാഡ്ജറ്റ്. ഇത് വെച്ച് ഏതൊരു വ്യക്തിയുടെയും പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതെങ്ങനെ ഉപയോഗിക്കണ്ടേ സാറേ? ഞാനിപ്പോ പറഞ്ഞു തരാം. ഈ ഗാഡ്ജറ്റ് റിമോട്ട് കൺട്രോൾ എന്ന പോലെ ആ വ്യക്തിയുടെ മുന്നിലേക്ക് നീട്ടിപ്പിടിക്കണം. പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുമ്പിലേക്ക്, മൗത്ത് പീസിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയണം. എന്നിട്ട് ബട്ടൺ അമർത്തണം. അത്രയും മതി. മുന്നിൽ നിൽക്കുന്ന ആളിന്റെ പേഴ്സണാലിറ്റി മാറി കഴിഞ്ഞിരിക്കും. അത് പക്ഷേ ആരായി എന്നോട് സംസാരിച്ചത്? ക്രൈമിനുണ്ട് പവർ. ക്രൈം മാസ്റ്റർ ജോഗാവ്. ഞാനൊന്ന് നോക്കട്ടെ ഈ ഗാഡ്ജറ്റ് പ്രവർത്തിക്കുമോ എന്ന്. ഖോജി സിംഗിനെ ഒരു കവിയാക്കി മാറ്റൂ. ഹിച്ച്കാ. നമസ്കാരം. ദൂരെ നിന്ന് നോക്കിയപ്പോൾ ചന്ദ്രനെ പോലെയാ തോന്നിയത്. പക്ഷെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാ കഷണ്ടിത്തലയാണെന്നറിഞ്ഞത്. കൊള്ളാമല്ലോ കവികോകിലം ഖോജി സാറേ. ഒരു കവിത കൂടെ പോരട്ടെ? തീർച്ചയായും. നമസ്കാരം. റോസി, നമുക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവിടെ പോലീസ് പാടമുണ്ട്. ഇന്നത്തെ കല്യാണത്തിന് മാറാപ്പും തോളി കെട്ടി. അമ്മാവാ, നിങ്ങളെപ്പോഴും കള്ളന്മാരെ പിടിക്കുന്നതിനാണല്ലോ താല്പര്യം കാണിക്കുന്നത്. ഈ കള്ളന്മാരാകുന്ന സുഖം എന്താണെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നോക്കിക്കോ. ഹിച്ച്കാ. അയ്യോ, എന്റെ സ്കൂട്ടർ ഇത് എവിടെ പോയി? അമ്മാവനെ അണ്ടർവേൾഡിന്റെ ഡോൺ ആക്കി മാറ്റൂ. അമ്മാവൻ ഡോൺ. സുഖം തന്നെയല്ലേ അമ്മാവൻ ഡോൺ? അമ്മാവൻ ഡോണോ? ആ, നിങ്ങളിപ്പോൾ അമ്മാവൻ ഡോൺ ആയില്ലേ? ഫണ്ടൂസ് നഗറിലെ അണ്ടർവേൾഡ് രാജാവ്. നിങ്ങളാണ് എല്ലാവരെയും കിടുകിടാ വിറപ്പിക്കുന്ന ഡോൺ. പക്ഷെ അമ്മാവൻ ഡോണിന് ഈ വസ്ത്രങ്ങളൊന്നും സൂട്ടാകുന്നേ ഇല്ലല്ലോ. വൗ, ഇപ്പോഴല്ലേ നിങ്ങൾ യഥാർത്ഥത്തിൽ അമ്മാവൻ ഡോൺ ആയത്. അമ്മാവൻ ഡോൺ, നിങ്ങൾ എപ്പോഴും മണികളെ അകമിഴിഞ്ഞ് സഹായിക്കാറുണ്ടല്ലോ. ഇന്ന് എന്നെയൊന്ന് സഹായിക്കാൻ ദയവുണ്ടാകണം പ്ലീസ്. പറഞ്ഞോ, എന്ത് സഹായമാ വേണ്ടത്? അതാ മുന്നിൽ പോലീസ് മാടം നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടാൽ ഉടനെ പിടിച്ച് ജീപ്പിലേക്ക് ഇടും. പക്ഷേ അമ്മാവൻ ഡോണിനെ വെല്ലുവിളിക്കാനൊന്നും ഒരിക്കലും ധൈര്യപ്പെടില്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്കൂട്ടറിൽ എനിക്കും ഒരു ലിഫ്റ്റ് തരാൻ പറ്റുമോ പ്ലീസ്? ആ, പിന്നെ ഒരു കാര്യം, ആ പോലീസ് മാടം നിങ്ങളെ തടയുകയാണെങ്കിൽ ഓർമ്മയിരിക്കട്ടെ, അമ്മാവൻ ഡോൺ അങ്ങനെ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. ഹലോ അമ്മാവ, എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ? പോലീസ് മാഡം, നിങ്ങൾ എന്റെ അമ്മാവനെ കണ്ടിരുന്നോ? എന്നോട് ഇവിടെ വരാമെന്ന് പറഞ്ഞത്. നിന്റെ അമ്മാവൻ ചെയ്തത് കണ്ടില്ലേ? എന്റെ മേക്കപ്പ് മൊത്തം നശിപ്പിച്ചിട്ടാ പോയത്. ഞാൻ അമ്മാവനോട് സഹായം ചോദിച്ചു, പക്ഷെ നിന്റെ അമ്മാവൻ മുഖം തിരിച്ചുപോയി. ഒരാൾക്ക് സഹായം ചെയ്യാൻ പറ്റുന്ന അവസരം അമ്മാവൻ പാഴാക്കുകയാണെന്നോ? ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. എന്തോ ഒരു പ്രശ്നമുണ്ട്. ഐഡിയ. അമ്മാവൻ ഡോൺ, എന്തു പറ്റി നിങ്ങൾക്ക്? ഇന്ന് നിങ്ങൾ മാർക്കറ്റിലുള്ളവരിൽ നിന്ന് ആഴ്ചപ്പിരിവ് നടത്തുന്നില്ലേ? ഇവിടെ ഈ അമ്മാവൻ ഡോണിന്റെ പേര് കേട്ടാൽ തന്നെ ജനങ്ങൾ അടിമുടി വിറയ്ക്കാൻ തുടങ്ങും. ഈ അമ്മാവൻ ഡോണിന്റെ കഴിവ് ഇപ്പൊ കണ്ടോളൂ. എടോ തടിക്കച്ചവടക്കാരാ, എനിക്കുള്ള ആഴ്ചപ്പിരിവ് എടുക്കണോ? അമ്മാവ, നിങ്ങളെന്താ തമാശ പറയുകയാണോ? ഞാനിപ്പോ വെറും അമ്മാവനല്ല, അമ്മാവൻ ഡോൺ. എന്റെ പേര് കേട്ട പോലും ജനങ്ങൾ പേടിച്ചു വരയ്ക്കാൻ തുടങ്ങും. ഓ, കണ്ടില്ലേ? ആ തടിക്കച്ചവടക്കാരൻ അമ്മാവന് പണം കൊടുക്കാതിരുന്നപ്പോൾ അയാളുടെ അവസ്ഥ എന്തായിന്ന് നോക്ക്. നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അമ്മാവൻ ഡോണിന് പണം കൊടുത്തേ പറ്റൂ. അമ്മാവന് പണം കൊടുക്കണമെന്നോ? പക്ഷെ ഇതിപ്പോ ആരോ പറഞ്ഞേ? ഇത് കൊള്ളാമല്ലോ അമ്മാവൻ ഡോൺ, നിങ്ങളുടെ കഴിവ് തെളിയിച്ചു കാണിച്ചില്ലേ? പോലീസ് മാഡം, ഈ അമ്മാവൻ ഞങ്ങളുടെ കടകളിൽ വന്ന് ആഴ്ചപ്പിരിവ് നടത്തി. അത് ശരിയാണ്. നിന്റെ അമ്മാവൻ ഇപ്പൊ ഡോണായി മാറിയിരിക്കുക.
ഇനി നീ തന്നെ പറ അനന്തരവ, നിന്റെ അമ്മാവൻ എന്താ പറ്റിയത്? എനിക്ക് മിക്കാര്യത്തിൽ ആശങ്കയുണ്ട് മാഡം. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കൂട്ടുകാരെ, നാളെ എന്റെ ലാബിൽ വെച്ചൊരു കവി സമ്മേളനമുണ്ട്. എല്ലാവരും തീർച്ചയായും വരണം. അല്ല കോജി, തനിക്ക് എപ്പോഴാ കവിതയിലൊക്കെ താല്പര്യം തുടങ്ങിയത്? കവിത എന്റെ രക്തത്തിൽ കലർന്നതാണെന്നറിയില്ലേ? ദൂരെ നിന്ന് നോക്കിയപ്പോൾ പോലീസ് മാഡം മുടി ചീകുകയായിരുന്നു. ദൂരെ നിന്ന് നോക്കിയപ്പോൾ പോലീസ് മാഡം മുടി ചീകുകയായിരുന്നു. അടുത്ത് നിന്ന് നോക്കിയപ്പോഴോ ഒരു പശു നിന്ന് വാലാട്ടുകയായിരുന്നു. അയ്യോ! ഓജിയും പിന്നെ അമ്മാവനും രണ്ടുപേരും ഒന്ന് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ആയി മാറിയല്ലോ. എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഉറപ്പായി. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കവിത കൂടി ചൊല്ലിത്തരുന്നു. ഒന്ന് നിക്കടോ കോജി, തന്നെ ഇന്ന് വെറുതെ വിടൂല. പേഴ്സണാലിറ്റി ചേഞ്ചിങ് ഡിവൈസിന്റെ ഡിസൈൻ ഇത് മനുഷ്യരുടെ പേഴ്സണാലിറ്റി തന്നെ മാറ്റിക്കളയുമത്രേ. അപ്പൊ അതാണ് കാര്യം. ഈ ഗോജിയങ്ങളുടെ ഗാഡ്ജറ്റ് അറിയിക്കാതെ ആരുടെയും കയ്യിലെത്തിയിട്ടുണ്ട്. എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ബാങ്ക് കൊള്ളയടിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ ബോംബിന് ഇത്രയും തണുപ്പ് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാ? പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് എല്ലാ ബോംബുകൾക്കും തണുപ്പാണുണ്ടാവുക മാവണ്ടോൺ. നിങ്ങൾ ധൈര്യമായി പോയിക്കൊള്ളൂ. ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തു വന്നോളാം. നമ്മൾ ഒരേ സംഘത്തിലുള്ളവരല്ലേ? കൊള്ളാമല്ലോ റോസി, ഇതൊരു കിടിലൻ ഐഡിയ തന്നെ. എന്റെ കയ്യിൽ ബോംബില്ലായിരുന്നു, അതുകൊണ്ട് ആ കോൺ ഐസ്ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. ഈ ബാങ്കിലെ പണം മുഴുവൻ എനിക്ക് എടുത്തു തരൂ, അല്ലെങ്കിൽ എല്ലാവരെയും ബോംബിന് ഇരയാക്കും ഞാൻ. അയ്യോ, ഇതെന്തൊരു ആയുധമാണോ? ഇത് ഏതോ പുതിയ ടെക്നോളജിയാണെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മാവൻ ബാങ്ക് കൊള്ളയടിക്കുന്നോ? ഞാൻ ഇപ്പോൾ തന്നെ വരാം. ഒന്ന് വേഗമാവട്ടെ, എനിക്കിവിടെ തനിച്ചിട്ട് വയ്യണോ. അനന്തരവ, അമ്മാവനെ ഞാൻ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാ. ഒന്ന് നിൽക്കൂ പോലീസ് മാഡം. അമ്മാവ, നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ അമ്മാവനല്ല, അമ്മാവൻ ഡോൺ. അമ്മാവനും അനന്തരവനും ഇന്നും പരസ്പരം ഏറ്റുമുട്ടുന്നത് പോലെ ചെയ്യാം. അമ്മാവൻ ഡോൺ, ഈ പയ്യന എപ്പോഴും നിങ്ങളുടെ മോഷണത്തിന്റെ പ്ലാനൊക്കെ നശിപ്പിച്ചു കളയുന്നത്. അവനെ വെറുതെ വിടരുത്. അമ്മാവ, ഞാൻ നിങ്ങളുടെ അനന്തരവനാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? ആദ്യം എന്റെ ബാങ്ക് റോബറിയിൽ തടസ്സമുണ്ടാക്കി, ഇപ്പൊ എന്റെ അനന്തരവനാകാനുള്ള പദ്ധതിയാണോ? അമ്മാവ, എഴുന്നേൽക്കൂ. ആപത്തൊന്നുമില്ലല്ലോ. അമ്മാവൻ ഇപ്പോൾ അമ്മാവൻ ഡോണായി മാറിക്കഴിഞ്ഞു. ഇനി പറഞ്ഞോ, നിന്നെ ഞാൻ എന്താക്കി മാറ്റണമെന്ന് പറയാ അനന്തരവ. ഞാൻ കരുതിയതുപോലെ തന്നെ ഈ പേഴ്സണാലിറ്റി ചേഞ്ചിങ് ഗാഡ്ജറ്റ് ജോഗാവറിന്റെ കയ്യിൽ തന്നെയാണുള്ളത്. ജോഗാവർ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഗാഡ്ജറ്റിന് മനുഷ്യരുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നോ. അങ്ങനെയാണെങ്കിൽ എന്നെ പക്ഷിയാക്കി മാറ്റൂ. അത് ഉഗ്രനായിരിക്കും ജോഗാവർ. ഇവനെ ഒരു പക്ഷിയാക്കി മാറ്റിയാൽ പിന്നെ നമുക്ക് കൂട്ടിലിട്ടടയ്ക്കാം. ഓക്കേ, ഇവനെ ഒരു പക്ഷിയാക്കി മാറ്റിയാലോ? അവനെ പിടിക്ക്. അനന്തരവൻ ഒരിക്കലും രക്ഷപ്പെട്ടു പോകരുത്. അയ്യോ, ഇതൊരു കൊക്കയാണല്ലോ. പക്ഷെ ഞാനിപ്പോ ഒരു പക്ഷിയല്ലേ, എനിക്ക് പറക്കാൻ പറ്റുമല്ലോ. റോസി, ഈ ഗാഡ്ജറ്റ് നിനക്ക് ഒരു പക്ഷിയുടെ പേഴ്സണാലിറ്റി മാത്രമാണ് തന്നിരിക്കുന്നത്. ശരിക്കുള്ള ചിറക് നൽകി നിന്നെ പക്ഷിയാക്കി മാറ്റിയിട്ടില്ല. നീ ഇവിടെ തൂങ്ങിക്കിടന്നു. എന്റെ റോസിയെ നീ കൊക്കയിലേക്ക് തള്ളിയല്ലേ? അനന്തരവാ, ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. ഔ, അനന്തരവാ, ഇനി നീ എങ്ങനെ ഓടി രക്ഷപ്പെടും? ഇവനൊരു ഡോഗായി മാറട്ടെ. നീ എന്റെ ഭാര്യയെ ഡോഗാക്കി മാറ്റിയല്ലേ?
ഹലോ അമ്മാവൻ ഡോൺ. ആരാ അമ്മാവൻ ഡോൺ? അമ്മാവൻ ഡോൺ ആരാ മാഡം? ഡോൺ എന്ന് കേട്ടാലേ എനിക്ക് ഭയങ്കര പേടിയാ. പോലീസ് മാഡം, അമ്മാവൻ വീണ്ടും സ്വന്തം ക്യാരക്ടറായി മാറിക്കഴിഞ്ഞു. ഹോ ഭാഗ്യം. ഈ അമ്മാവൻ ഡോണിന്റെ കളി അവസാനിച്ചുവെങ്കിൽ നമുക്ക് ജോഗാവറിനെ പിടിച്ചാലോ? ഈ ജോഗാവറിനെ പിടിക്കാൻ പോകുന്നത് ഈ പേഴ്സണാലിറ്റി ചേഞ്ചിങ് ഡിവൈസ് ആയിരിക്കും. ജോഗാവറിനെ ഒരു ആമയാക്കി മാറ്റൂ. എനിക്കെന്താ പറ്റിയത്? എനിക്കാണെങ്കിൽ ശരിക്കും ഓടാനും പറ്റുന്നില്ലല്ലോ. രക്ഷിക്കണേ! അവസാനം നീ എന്റെ ജീപ്പിനകത്ത് തന്നെ എത്തിയല്ലോ. ഇനി എന്റെ ചവിട്ടുകൊണ്ട് തന്നെ നിന്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്തോളും. അങ്ങ് ജയിലിൽ വെച്ച്. ഞങ്ങളോട് ഉടക്കാൻ വരുന്നവരെ ഉടച്ച് കയ്യിൽ വെച്ച് തരും. എത്ര വിരുദ്ധന്മാരെയും മുട്ടുകുതിക്കുന്നവരാണ് ഈ അമ്മാവനും. പിന്നെ പിന്നെ അനന്തരവനും